ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു ചെറിയ കിച്ചൺ വീഡിയോയാണ്. അപ്പം ഇത്തിരി കപ്പ അന്ന് മേടിച്ചതിൻ്റെ ബാക്കി ഇത്തിരി ഫ്രിഡ്ജിലിരുന്നതാണ്. ഞാനതെടുത്തുനിന്ന് അരിഞ്ഞ്, നമുക്ക് കുറേ ദിവസമായിരുന്നു മീൻ കിട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തിരി മീൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കപ്പയുടെ ബാക്കിയെടുത്ത്, കപ്പയെന്ന് പറഞ്ഞാൽ കിഴങ്ങ്, നമ്മൾ കിഴങ്ങെന്നാണ് പറയുന്നത്, അതെടുത്തരിഞ്ഞ് അതും കൂടി അങ്ങ് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്ന് കിട്ടിയ മീൻ നല്ല സൂപ്പർ അയലയാണ്. ഇത് അരപ്പ് പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാനാണ്. എൻ്റെ കുട്ടൂസ് മോന് ചോറ് കൊണ്ടുപോകാൻ മീൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് പോകുന്നത്. നമ്മുടെ മീൻകാരൻ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. എല്ലാവരും അങ്ങ് റോഡിൽ പോയി മീൻ മേടിക്കും. അപ്പോൾ പിന്നെ അവന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. 1-2 പേർക്കായിട്ട് പിന്നെ എല്ലാവരും അങ്ങ് റോഡിൽ പോയി. ഇവിടെ നിന്നിപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്തിരി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അരപ്പ് പുരട്ടി രാവിലെ എടുക്കാനായിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ശകലം കരിവേപ്പിലയും ഇട്ട്. കുട്ടൂസ് മോൻ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എൻ്റെ കൊച്ചിന് മീനെന്ന് പറഞ്ഞാൽ അവന് മീനാണ് ഏറ്റവും അവൻ്റെ എല്ലാം. മീൻ പൊരിച്ചതിൻ്റെ മണം വരുമ്പോഴേ എവിടെ നിന്നാലും അവൻ ഓടി വരും. അമ്മാമ്മ നല്ല മണം വരുന്നല്ല മാമ എന്നും പറഞ്ഞ് എൻ്റെ കൊച്ച് ഓടി വരും. അപ്പം നാളെ എൻ്റെ കുട്ടൂസുമ്മന് ചോറ് കൊണ്ടുപോകാനായിട്ട് അരപ്പ് പുരട്ടി അങ്ങ് വയ്ക്കാം. ആദിമോനും അതുപോലെ തന്നെയാണ്. ആദിമോന് ചിക്കനാണ് കൂടുതൽ. അവന് കൊച്ചിലെ ചിക്കൻ തിന്ന് ചിക്കനും വേണം, തുണ്ട മീനും വേണം ആദിമോന്. അവന് പിന്നെ ഇന്നതൊന്നൊന്നുമില്ല. കണ്ടോ. അപ്പം ഞാൻ അരപ്പ് പുരട്ടി. ഇനി നമുക്ക് അതങ്ങ് ഈ ബോക്സിലോട്ടാക്കി അങ്ങ് വയ്ക്കാം. ബോക്സിലോട്ടാക്കിയാൽ അതവിടെ ഇരുന്നോളും. കണ്ടോ. അപ്പോൾ ഓരോന്ന് നമുക്കങ്ങ് ഒതുക്കിയ ഇവിടെ അങ്ങ് ഓരോന്നങ്ങ് ഒഴിഞ്ഞ് കിട്ടും. ആദ്യം തന്നെ ഇതങ്ങ് റെഡിയാക്കി അതിനി അങ്ങോട്ട് എണീക്കുമ്പോൾ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ കപ്പ റെഡിയായി വരുന്നുണ്ട്. ഇനി മീൻ കൂട്ടാൻ വയ്ക്കണം. അതിന് 2 ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ അതൊന്ന് അരിഞ്ഞെടുക്കണം എനിക്ക്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം? ഓണമൊക്കെ നിങ്ങൾക്ക് എവിടം വരെയായി? ഓണം സെപ്റ്റംബർ 5-ാം തീയതി 1-ാം ഓണമല്ലേ? അപ്പോൾ ഇന്ന് തീയതി 20 ഇനി അത്രയ്ക്കുള്ള ദിവസമേ ഉള്ളല്ലേ. നമ്മുടെ പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഓണമല്ലേ. എന്നാലും ഓണം തന്നെയാണ്. പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും ഓണം തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഓണമൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മ മരിച്ച ആ ഒരു അടുപ്പമായിരുന്നല്ലോ ഓണം. അപ്പോൾ പിന്നെ നമുക്ക് ഓണത്തിനോടൊന്നും ഓണം എന്ന് ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് ഓണത്തിൻ്റെ യാതൊരു ഇതും അന്നിവിടെ ആരോ വരികയും ചെയ്തായിരുന്നു. അന്നപ്പോഴത്തേക്ക് നമ്മൾ യാതൊരു ഓണത്തിൻ്റെ യാതൊരിതും ചെയ്യാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ല. നമുക്ക് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഓണമൊന്നുമില്ലായിരുന്നു. ഈ വർഷം എങ്ങനെയാണെന്ന് വെച്ചാൽ പറ്റുന്നത് പോലെ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ.
അപ്പം ഇനി നമുക്ക് ഒരു ചെറിയ മുരിങ്ങയിലയിട്ട് ചെറിയ തോരൻ വെച്ചാലോ? അതിനാണ് ഞാൻ ഈ ഒരു ചെറിയ ശകലം എണ്ണ മതി പാത്രം അടുപ്പിലേക്ക് വെച്ചത്. അത് എണ്ണ ചൂടായെങ്കിൽ നമുക്ക് അടുത്ത ശകലം കടുക് ഇട്ട് കൊടുക്കാം. ശകലം മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയല്ല, കരിയേപ്പില ഇട്ട് കൊടുക്കാം. സോറി, എൻ്റെ ശ്രദ്ധ വേറെ സ്ഥലത്തോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പറയണ തെറ്റുന്നത്. അപ്പം ഞാനിത് മുരിങ്ങയിലയും സവാളയും കൂടി അരിഞ്ഞതാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ശകലം ഉപ്പ് കൂടി. കുറച്ച് മുരിങ്ങയിലേ ഉള്ളൂ. അതൊന്ന് വാടി വരട്ടെ. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിന് ഒരു ശകലം അരച്ചെടുക്കാം. ശകലം അരപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. തേങ്ങ ഇട്ടു. ശകലം ജീരകം, ശകലം മഞ്ഞൾപ്പൊടി, ഇത്തിരി ഒരു ഇതൾ വെളുത്തുള്ളി, ശകലം മുളക് പൊടി. ഞാൻ മുളക് ഇട്ടിട്ടില്ല, അതുകൊണ്ടൊരു ശകലം മുളക് പൊടി. കാശ്മീരി പൊടിയാണ് ശകലം ഇട്ടത് ഞാൻ. ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ ഈ അരപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ോട്ട് മാറ്റാം. കിഴങ്ങ് ഊറ്റാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിഴങ്ങ് മാറ്റി അതിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ തോന്നതായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഞാനൊരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ മുട്ടയും കൂടി ഉടച്ചൊഴിച്ചു. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഗുണപ്രദമായ ഒരു തോരനാണ്. മുരിങ്ങയിലയും മുട്ടയും ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനമാണ്. അപ്പോൾ നമ്മുടെ മുട്ടത്തോരനല്ല, മുരിങ്ങയിലയും മുട്ടയും കൂടിയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, സൂപ്പറല്ലേ? കണ്ടോ, സൂപ്പറല്ലേ? അപ്പം ഞാനതിനെ ഇറക്കി ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. ഇനി നമുക്ക് കിഴങ്ങ് ഊറ്റിയെടുക്കാം. വെള്ളമങ്ങ് കളയട്ടെ. അപ്പോൾ കിഴങ്ങിന് ഒരു ശകലം അരപ്പ് തയ്യാറാക്കി എടുക്കട്ടെ. കിഴങ്ങിന് നമുക്ക് കിഴങ്ങ് കൂട്ടാൻ വയ്ക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിന് പ്രധാനമായും ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കരിയേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് അതിന് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് നല്ല വെളുത്തുള്ളി ടേസ്റ്റി ആയിട്ട് വരുന്നത്. കരിയേപ്പിലയും ഇത്തിരി പച്ചമുളകും മഞ്ഞൾപ്പൊടി, ജീരകം, ഇതാണ് നമ്മുടെ കിഴങ്ങിൻ്റെ അരപ്പ്. എന്നിട്ട് നമുക്ക് നല്ല നാടൻ കരിയേപ്പില ശകലം ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒരു ദിവസം അരച്ചപ്പോഴാണ് എൻ്റെ വിരൽ, അതുകൊണ്ട് എനിക്ക് ആ ഓർമ്മ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അതെപ്പോഴും മരിക്കുന്നതിനും പോവില്ലല്ലേ. ആ വിരലിന് ആ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് അതെപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഓർമ്മ വരും ഏത് സമയം. അപ്പോൾ നമുക്ക് ഉപ്പ്, ആവശ്യമുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് എൻ്റെ പച്ചപ്പൊന്ന് മാറട്ടെ. അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ചട്ടി ചൂടായി. അതിലേക്ക് ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശകലം കടുക്, ശകലം ഉലുവ, അതൊന്ന് പൊട്ടി വരട്ടെ.
ടി വിയൊക്കെ വെച്ചാൽ ഇന്നിപ്പം 20 ഇനി 15-ൻ്റെ അന്ന് 20 31 ഈ മാസം. 16-ൻ്റെ അന്ന് തിരുവോണം, 15-ൻ്റെ അന്ന് ഓണം. ഓണമൊക്കെ വലുതായ രീതിക്ക് ആഘോഷിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോഴേ ഓണത്തിൻ്റെ ഇതൊക്കെ തുടങ്ങി കാണും. നമുക്ക് എനിക്ക് തോന്നുന്നു 1-2 വർഷം മോനുണ്ടായിരുന്നു ഓണത്തിന്. ആദ്യമൊക്കെ മോൻ ഓണം കണക്കാക്കി വരുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 പ്രാവശ്യം ഓണത്തിന് വന്നിട്ടുണ്ടെന്ന്. പിന്നെ കൊച്ചായിട്ട് പിന്നെ 1 പ്രാവശ്യമാണ് ഓണത്തിന് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു മോൻ. ഒരു ഓണത്തിന് നാട്ടിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 1-2 വർഷമൊക്കെ ഓണത്തിനുണ്ടായിട്ട് പിന്നെ എനിക്കങ്ങനെ ഓർമ്മയില്ല. ഓണത്തിന് വെക്കേഷനാണ് വരുന്നത്. അപ്പം നമ്മുടെ കടു പൊട്ടി. പിന്നെ നമുക്ക് 2 കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊരിക്കുന്നില്ല, കൂട്ടാൻ വയ്ക്കാനായിട്ടാണ് മീൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി ഇട്ട് വേണം. കൊച്ചയലയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യമായ പൊടി കൂടി ഇടാം. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ എണീച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് അതിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ മൂക്കണം. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ചേർക്കുന്നതാണ്, ഒരു ശകലം ചേർത്താൽ മതി. അത് കൂടുതൽ മല്ലിപ്പൊടി ചേർത്താലും കറിക്ക് ടേസ്റ്റ് വരില്ല. അപ്പം ഇതൊന്ന് ആ പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കിയിട്ട് നമുക്ക് ഒരു ശകലം പുളിയും അത് ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടട്ടെ. ഇനി നമുക്ക് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഇനി നമുക്ക് പുളി അരച്ച് വെച്ചിരിക്കുന്നത് അതിലൊരു ചിരവ തേങ്ങയും കൂടി അതിലേക്ക് അങ്ങ് ഒഴിക്കാം. വറുത്തരച്ചണക്ക് ഇതും അതിട്ടൊന്ന് ശകലം കൂടുതൽ വെള്ളം ചേർക്കാതെ അതിട്ടൊന്ന് ഇളക്കിയിട്ടേ വെള്ളം ചേർക്കാവൂ. അപ്പം നമുക്ക് ആ വറുത്തരച്ച ഒരു പീര തന്നെ കിട്ടും. ഉണ്ട് ആ പുളിയും ഒരു നുള്ള തേങ്ങയും കൂടെ അരയ്ക്കുന്നതും അതിലിട്ടൊന്ന് ഇങ്ങനെ ആ പച്ചപ്പൊന്ന് മാറ്റിയിട്ടേ വെള്ളം ചേർക്കാവൂ. അപ്പോൾ നമുക്ക് ആ വറുത്തരച്ച മീൻകറിയുടെ ഒരു ഇത് തന്നെ കിട്ടും. ആ ഒരു ടേസ്റ്റ് വേണമെന്നുള്ളതാണ്. നമ്മൾ തോനെ തേങ്ങയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് എത്രയും എണ്ണയും തേങ്ങയൊക്കെ കുറച്ച് ഉപയോഗിക്കാമോ അതാണ് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. തീ അങ്ങ് ഫുൾ തീ ആക്കി കൊടുക്കാം.
ഇനി അതൊന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കപ്പ ഞാൻ അരപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടോ, നമ്മുടെ കപ്പ ഞാൻ ഇളക്കി ഒരു വിധമൊക്കെ നല്ലതുപോലെ ഇളക്കി, നല്ല സൂപ്പർ കപ്പ കണ്ടോ. അന്ന് മേടിച്ചതിൻ്റെ അന്ന് നമ്മൾ വെച്ചില്ലേ ചിക്കൻ്റെ കൂടെ, അതിൻ്റെ ബാക്കിയാണ് ഇത്. അപ്പം നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇന്ന് കപ്പയും ചിക്കൻ കറിയുമായിരുന്നു, ഇന്ന് കപ്പയും മീൻ കറിയുമാണ് കണ്ടോ. നമുക്കിതെല്ലാം ഇത് കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് തിരിച്ചതുപോലെ അങ്ങ് വെച്ചാലോ. ആരോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ തറയൊക്കെ ഒന്ന് തൂത്ത് കരിയപ്പലയൊക്കെ ഒന്ന് തിരിച്ചു വയ്ക്കട്ടെ. വെച്ചു. നമ്മുടെ മീൻ കറി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ പറക്കി അതിലേക്ക് ഇട്ടാലോ. നല്ല അയിലയാണ് കേട്ടോ. ഈ കണ്ടോ, നല്ല അയിലയാണ്, നല്ല പച്ച മീനാണ്. അതിൻ്റെ തലയും കൂടിയൊക്കെ ഞാൻ ഇട്ടു. നല്ല കറിച്ചവയും വരും. ഇവിടെ അയില എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇനി അതൊന്ന് വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് തൂത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കാം. അപ്പം നമ്മുടെ നല്ല സൂപ്പർ നാടൻ ചോറ്, നല്ല മുരിങ്ങയിലയും മുട്ടയും കൂടി ഇട്ട് തോരൻ വെച്ചത്, ഈ നല്ല സൂപ്പർ പുളിശ്ശേരി, തൂത്ത് പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി ഈ കിഴങ്ങൊക്കെ ഉടച്ച് നല്ല സൂപ്പർ നല്ല കപ്പ, മീൻ കറി വെന്തുകൊണ്ടിരിക്കുന്നു.
നല്ല വെന്ത് തെളിഞ്ഞ് വരട്ടെ. ഞാനിവിടെ ഉച്ച ഊണ് വിളമ്പാൻ പോവുകയാണ്. ചോറ്, ചോറ്, കിഴങ്ങ്, തോരൻ, പുളിശ്ശേരി, നമ്മുടെ നല്ല സൂപ്പർ മീൻ കറി. അപ്പം നമ്മുടെ ഉച്ചയൂണ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമ്മുടെ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ അച്ചാറുണ്ട്, നാരങ്ങയുമുണ്ട്, മാങ്ങയും ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ അച്ചാറിന് ആർക്കും അത്ര ഇതല്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടോ? അപ്പം നമ്മൾ ചോറ് കഴിക്കട്ടെ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ്. കണ്ടോ? ചോറ്, കിഴങ്ങ്, മുരിങ്ങയില തോരൻ, മോര് കറി, മീൻ കറി. പോരെ? സൂപ്പറല്ലേ? അപ്പം ഇന്നത്തെ കിച്ചൺ വീഡിയോ അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല, സാധാരണ ഉള്ള ഒരു കിച്ചൺ വീഡിയോ ആയിരുന്നു. ഇന്നാൾ വെച്ചത് കിഴങ്ങും ബീഫും ആയിരുന്നു, അതായത് കപ്പയും ബീഫ് കറിയായിരുന്നു. ഇന്ന് ആ കപ്പയുടെ ബാക്കി കപ്പയും മീൻ കറിയുമാണെന്ന് വെച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളെല്ലാവരും മറക്കുന്ന കാര്യം അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ കമൻ്റ് ഇടാൻ മാത്രം നിങ്ങൾക്ക് മലയാളം അറിഞ്ഞൂടല്ലേ? ഞാൻ എല്ലാവരുടെ വീഡിയോയും എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ഇത് അത്രയും തീർക്കുന്ന നിങ്ങളെ വീഡിയോ അത്രയും കണ്ടിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ഞാൻ ഈ വീഡിയോകൾ അത്രയും കാണുന്നത് കൊണ്ടാണോ എൻ്റെ ഇതിങ്ങനെ കുറയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എൻ്റെ ഇത് കാണാതെ ഞാനിങ്ങനെ ആൾക്കാരുടെ വീഡിയോ അത്രയും കണ്ട് ഇതാക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിന് ഞാനിങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം മിക്കവാറും യൂട്യൂബിന് കാണും. പിന്നെ യൂട്യൂബ് 3 വർഷം കൊണ്ടേ എൻ്റെ ചാനൽ കൊണ്ട് പരസ്യമിട്ടായാലും അവർക്ക് ഉപയോഗമുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഉപയോഗം ഉണ്ടായി തുടങ്ങിയിട്ടില്ല. എനിക്കുള്ള ഇതിൽ അന്ന് തൊട്ടേ അവർ പരസ്യം കയറ്റി അവർക്ക് ഉപയോഗമുണ്ട്, പക്ഷേ എനിക്കൊരു ഉപയോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ചാനൽ, ഒരു കുഞ്ഞ് അമ്മയുടെ ചേച്ചിയുടെയോ പെങ്ങളെയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പ്രായത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതാക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതാക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഇത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.